അസ്സലാമലൈക്കും. അപ്പം എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം. അപ്പോൾ നമ്മളിന്നൊരു അയിലക്കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അയിലക്കറി മാത്രമല്ല, ഇന്നത്തെ എൻ്റെ അടുക്കളയത്തെ പാചകങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചീനച്ചട്ടിയിൽ. അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അരക്കാതെ അയിലക്കറി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുക്കളയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് വീഡിയോ ചെയ്യാറ് എന്നുള്ളത്. അപ്പോൾ അതേപോലെ നിൻ്റെ കറികളാണ് ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടി ഒന്ന് വഴന്ന് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് നന്നായി. ഇതിന് കൂടുതൽ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് വരുന്നത് ഈ കറിക്ക് കേട്ടോ. സവോള ചെറിയ ഉള്ളി ഇല്ലാത്തൊരു സവോള ഇട്ടാലും മതി, പക്ഷെ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 5-10 ചെറിയ ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കണം. അത് ഏകദേശമൊക്കെ ആയിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് നല്ലാണ്ട് ബ്രൗൺ കളറാവൊന്നും വേണ്ട, ഒന്നിങ്ങനെ വഴന്ന് വന്നാൽ മതി. അപ്പോൾ തീ ലോയിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഞയിൽ കിടന്നിട്ട് നല്ലൊന്ന് വെന്ത് വരണം. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീഞ്ഞ് നല്ല സ്ലിമ്മിലിട്ടിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ചെറിയ ടീസ്പൂണിന് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി. ഇനി അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് അതിൽ ഇളക്കി കൊണ്ടിരിക്കാം. തീയൊന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം. മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം വഴന്ന് വന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറിയതിന് ശേഷം വേണം നമ്മളത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളെ മുളക് പൊടിയാണെങ്കിലും അതേപോലെ ഞങ്ങൾ എടുക്കുന്ന പച്ചമുളകാണെങ്കിലും നല്ല എരിവുള്ള മുളകാട്ടോ. അതുകൊണ്ട് ഞാൻ മുളക് ഇതിൽ ഇട്ടിട്ടില്ല. എരിവ് കുറഞ്ഞ മുളകൊക്കെ ആണെങ്കിൽ അതിലും കൂടെ ഇട്ടിട്ട് അതും കൂടി അരച്ചെടുക്കുകയാണെങ്കിൽ നന്നാവും. ഞാനത് വേറെ സെപ്പറേറ്റ് നുറുക്കിയിടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മിക്സ് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോഴൊക്കെ നമുക്ക് കറി വെക്കാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പച്ചമുളക് നല്ല എരിവുള്ള ഉണ്ടമുളകാണ് കേട്ടോ, വീട്ടിൻ്റെതായ മുളകാണ്. അപ്പോൾ അതാണ് അതിൽ അരച്ച് ചേർക്കാതിരുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മൂത്ത് വരുന്ന ടൈമിൽ നമ്മളിത് അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറുക്കത്തിനനുസരിച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മാങ്ങ ഒക്കെ ഇട്ട് കറി വെക്കുകയാണെങ്കിൽ പുളിവെള്ളം വേണ്ട, മാങ്ങ മാത്രം ഇട്ടിട്ട് വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് കുറുക്കത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കാം. ഇനി നല്ലോണം തിളക്കട്ടെ കേട്ടോ.
അപ്പോൾ നല്ല തിളച്ച് ഒരു വിധമായി വരുമ്പോഴാണ് നമുക്ക് മീൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 3-4 പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മതി. അതിലൊക്കെ നടന്ന് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റില്ല, മരം പോലെ ആയി കിട്ടും. ഇതൊന്ന് ഒരു 3-4 തിളച്ച് നമ്മൾ ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട കറിയിലുള്ള മീൻ എടുത്ത് കഴിക്കാൻ. അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ അയിലിട്ട് കൊടുത്തത്. അപ്പോൾ ഇനി ഒന്ന് കുറച്ച് 2-3 മിനിറ്റ് വരെ തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറി റെഡിയായി. അപ്പം നമുക്ക് ചെറുപയർ തോരൻ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ച് വെച്ചിട്ട് അതിലേക്ക് 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, നല്ല ജീരകം, ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ ഒക്കെ കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ആ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഒന്ന് മീൻ ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മീൻ ഫുള്ളായിട്ട് കറിയിലിട്ട്, എനിക്ക് അതിൽ കറിയിൽ നിന്ന് എടുത്ത് കഴിക്കേണ്ടതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എല്ലാതും കൂടി അതിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തോരന് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ തേങ്ങ നല്ലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുപയർ ഞങ്ങൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഇനി ഒന്ന് വറവിട്ട് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം വിടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. നല്ലോണം ഡ്രൈ ഒന്നും ആവണ്ട, ആ പച്ചമണം ഒന്ന് വിടുന്ന വരെ ഇതാക്കിയാൽ മതി. അതിന് ശേഷം വേണം നമുക്ക് വേവിച്ച് വെച്ച് ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉച്ചക്ക് ഉപ്പേരിക്കൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ല തോരനൊക്കെ എടുത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറുപയർ തോരൻ കഴിക്കാനായിട്ട്. അപ്പോൾ ഹെൽത്തിയുമാണ്. അപ്പോൾ അങ്ങനെ അതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോറിന് ഇത് മാത്രമേ ഉള്ളൂ, ചെറുപയർ തോരനും അയിലക്കറി മാത്രമാണ് ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ആവിയിൽ ഒന്ന് വേവണം കേട്ടോ. കണ്ടോ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അയിലക്കറി കണ്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് തേങ്ങ അരക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്, ലൈക്കൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ചോറിനലൊക്കെ കഴിഞ്ഞോ? ഞങ്ങൾ ചോറിനാൻ പോവുകയാണ്. അയിലക്കറി കൂട്ടി ചോറിനുള്ളൊരു വായു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Thank you.